ഹലോ മക്കളെ, എല്ലാവർക്കും വിനൂസ് ട്യൂട്ടോറിയൽസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം നമ്മുടെ +2 പ്രാക്ടിക്കൽ എക്സാമിനേഷൻസ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ +2 കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ തന്നെ +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടർ പ്രാക്ടിക്കൽ എക്സാമിനേഷന് വരാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ പ്രാക്ടിക്കൽ എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. കാരണം ആ ഒരു ക്വസ്റ്റിൻ്റെ ലോജിക്ക് മനസ്സിലാക്കി നിങ്ങൾ പഠിച്ചാൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നിങ്ങൾ വീട്ടിൽ തന്നെ ഒന്ന് എഴുതി നോക്കുക, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഇന്നത് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് എ C++ പ്രോഗ്രാം ടു ഫൈൻഡ് ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ്. 3 നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ, ഏറ്റവും വലിയ നമ്പർ ഏതാണ് എന്ന് കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. വളരെ ഈസിയാണ് ഈ C++ പ്രോഗ്രാം മനസ്സിലാക്കുക എന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ പ്രോഗ്രാമിൻ്റെ സോഴ്സ് കോഡ് ഒന്ന് പരിചയപ്പെടാം. നമുക്ക് നമ്മുടെ പ്രോഗ്രാം നോക്കാം. നമ്മൾ ആദ്യം ഹെഡർ ഫയലാണ് എഴുതേണ്ടത്. #include IOStream. സ്പെല്ലിങ് തെറ്റാതെ നോക്കുക. ഇവിടെ IOStreamൽ O ആണ് വരേണ്ടത്. Oയ്ക്ക് പകരം 0 ബൈ ചാൻസിൽ ചില കുട്ടികൾ ടൈപ്പ് ചെയ്യാറുണ്ട്. സോ അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് എറർ ആയിരിക്കും ലഭിക്കുന്നത്. അടുത്തത് യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ്. ഇതിൻ്റെ സ്പെല്ലിങ് നോക്കുക. അതുപോലെ സ്റ്റാൻഡേർഡ് STD കഴിഞ്ഞതിന് ശേഷം സെമിക്കോളൻ. അടുത്തത് എന്താ ചെയ്യേണ്ടത്? മെയിൻ ഫംഗ്ഷൻ എഴുതുക. ഇൻറ്റ് മെയിൻ ശേഷം ഒരു കേളി ബ്രേസസ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. നമുക്കറിയാം ഇവിടെ 3 വേരിയബിൾസ് ആണ്, 3 നമ്പേഴ്സ് ആണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. 3 നമ്പേഴ്സ് ആണ്. അപ്പോൾ അതിന് വേണ്ടി ഇൻറ്റ് A, B, C. ഇവിടെ ABC എന്നതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയബിൾ നെയിം ഉപയോഗിക്കാം കേട്ടോ. അതിനുശേഷം എന്താ വേണ്ടത്? ഇൻപുട്ട് 3 നമ്പേഴ്സ്, 3 നമ്പേഴ്സ് എൻ്റർ ചെയ്യണം. 3 നമ്പേഴ്സ് എൻ്റർ ചെയ്യണമെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ എന്താ വരേണ്ടത്? എൻ്റർ 3 നമ്പേഴ്സ്. അപ്പോൾ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്ത് വരണമെങ്കിൽ നമ്മൾ അവിടെ എന്താ ഉപയോഗിക്കുന്നത്? Cout എൻ്റർ 3 നമ്പേഴ്സ്. ഇവിടെ ശ്രദ്ധിക്കുക, ഔട്ട്പുട്ട് വരുന്നതിന് വേണ്ടി Cout ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു സിമ്പിളാണ് ഉപയോഗിക്കേണ്ടത്. അതിനുശേഷം ഡബിൾ കോട്ട്സിനകത്തായിട്ട് വേണം എൻ്റർ 3 നമ്പേഴ്സ് എന്ന് എഴുതാൻ. ദെൻ ഒരു സെമിക്കോളൻ. ഈ സെമിക്കോളൻ മറക്കാതെ എഴുതിയിരിക്കണം, അല്ലെങ്കിൽ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുമ്പോൾ ടൈപ്പ് ചെയ്തിരിക്കണം. 3 നമ്പേഴ്സ് എൻ്റർ ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ടത്? കമ്പ്യൂട്ടറിലൊക്കെ എൻ്റർ ചെയ്യുന്നതിന് വേണ്ടി ഇൻ A, B, C ഔട്ട്പുട്ട് ദെൻ ഇൻപുട്ട്. 3 നമ്പേഴ്സ് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു അല്ലേ? എൻ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ 3 നമ്പേഴ്സിൽ ഏതാണ് വലുത് എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇഫ് A greater than B and A greater than C. A എന്ന നമ്പർ ബിയിനേക്കാളും വലുതാണെന്ന് നോക്കും. A എന്ന നമ്പർ സിയിനേക്കാളും വലുതാണെന്ന് നോക്കും. ഈ രണ്ടും ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? A ആണ് ലാർജസ്റ്റ് നമ്പർ. Cout ലാർജസ്റ്റ് നമ്പർ ഈസ് A. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമുക്കിവിടെ റോങ് ആയിട്ടാണ് ലഭിച്ചത്. A എന്ന് പറയുന്നത് ഒരു A greater than B അല്ല. അപ്പോൾ നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? A അല്ല ലാർജസ്റ്റ് നമ്പർ. അങ്ങനെയെങ്കിൽ B ആണോ ലാർജസ്റ്റ് നമ്പർ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. അതിനുവേണ്ടി നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? else if B greater than C. B greater than C ആണോ എന്ന് നോക്കും. സോ B greater than C ആണെങ്കിൽ ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് B ആണ്. ഇനി അടുത്തൊരു കണ്ടീഷൻ, എയും ബിയും ലാർജസ്റ്റ് നമ്പർ അല്ല. അങ്ങനെയാണെങ്കിൽ ലാർജസ്റ്റ് നമ്പർ എന്തായിരിക്കും? C ആയിരിക്കും. അപ്പോൾ else Cout ലാർജസ്റ്റ് നമ്പർ ഈസ് C. ദെൻ റിട്ടേൺ 0. നമ്മളിവിടെ ഓപ്പൺ ചെയ്ത കേളി ബ്രേസസ് എന്ത് ചെയ്യണം? മറക്കാതെ ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഈ പ്രോഗ്രാം നിങ്ങൾ കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ഒരു റെപ്രസെൻറ്റേഷൻ കൂടി ശ്രദ്ധിക്കുക. ഇവിടെ A, B, C 3 നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് 3 വേരിയബിൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ A എന്ന് പറയുന്ന വേരിയബിളിലുള്ള വാല്യൂ 10 ആണെന്ന് വിചാരിക്കുക. B എന്ന വാല്യൂ 5 ആണ്. സിയുടെ വാല്യൂ 3 ആണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം 10, 5, 3 ഇത് ലാർജസ്റ്റ് നമ്പർ എന്താ? 10 ആണ്. പക്ഷേ കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഒരു ലാർജസ്റ്റ് നമ്പർ മനസ്സിലാക്കുന്നത്? നമ്മളിവിടെ നൽകിയിരിക്കുന്ന ഈ പ്രോഗ്രാമിൻ്റെ ലോജിക്ക് അനുസരിച്ചിട്ടാണ് കമ്പ്യൂട്ടർ ഇവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ 10, 5, 3 3 നമ്പേഴ്സ് നമ്മൾ എൻ്റർ ചെയ്തു. കമ്പ്യൂട്ടർ എന്ത് ചെക്ക് ചെയ്യും? A greater than B ആണോ എന്ന് ചെക്ക് ചെയ്യും. സോ ഇവിടെ 10 greater than 5 ആണ്. അത് ട്രൂ ആണ്. അടുത്തൊരു കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്യും. A greater than C ആണോ? 10 greater than 3 ആണ്. ഈ 2 കണ്ടീഷനും ശരിയാണ്. 10 greater than 5 ആണ്, 10 greater than 3 ആണ്. അപ്പോൾ ഇവിടെ ലാർജസ്റ്റ് നമ്പർ എന്തായിരിക്കും വരുന്നത്? A ആണ്. അതായത് 10 ആണ് ലാർജസ്റ്റ് നമ്പർ. ഇനി അടുത്തൊരു കണ്ടീഷൻ, അതായത് B ലാർജസ്റ്റ് നമ്പർ വരുന്നൊരു കേസ് കൂടി നമുക്ക് നോക്കാം. Aയുടെ വാല്യൂ 5 ആണ്, Bയുടെ വാല്യൂ 10 ആണ്, സിയുടെ വാല്യൂ 3 ആണ്. ഈ ഒരു കേസിൽ എന്താ വരുന്നത്? 5 greater than 10 ആണോ എന്ന് നോക്കും അല്ലേ? ഇഫ് A greater than B. ഇപ്പോൾ ഇവിടെ 5 greater than 10 അല്ല. ഈ ലൂപ്പ് ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. കാരണം എന്താ? 5യുടെ വാല്യൂ 10നേക്കാളും ചെറുതാണ്. അപ്പോൾ തൊട്ടടുത്ത ലൂപ്പിലേക്കായിരിക്കും പോകുന്നത്, എൽസ് ലൂപ്പ്.
എൽസ് ലൂപ്പ് എന്താ കണ്ടീഷൻ നിങ്ങൾ ചെയ്തിരിക്കുന്നത്? ഇഫ് ബി ഗ്രേറ്റർ ദാൻ സി, 10 ഗ്രേറ്റർ ദാൻ സി ആണോന്ന് നോക്കും. ഇവിടെ 10 ഗ്രേറ്റർ ദാൻ 3 ആണ്, നമ്മുടെ കണ്ടീഷൻ ശരിയാണ്, അതായത് ബി ആണ് ലാർജസ്റ്റ് നമ്പർ. അങ്ങനെയെങ്കിൽ ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 10 ആണ്, അതായത് ബി ആണ്. അടുത്തത് സി ആണ് ഏറ്റവും ലാർജസ്റ്റ് നമ്പർ എന്ന് വരുന്നത് നോക്കാം. ഇവിടെ എയുടെ വാല്യൂ 5, ബിയുടെ വാല്യൂ 3, സിയുടെ വാല്യൂ 10. ഇവിടെ നമുക്കറിയാം എ എന്ന് പറയുന്നത് ലാർജസ്റ്റ് നമ്പർ അല്ല, ബി എന്ന് പറയുന്നത് ലാർജസ്റ്റ് നമ്പർ അല്ല. ഈ രണ്ട് കണ്ടീഷനും റോങ് ആവുമ്പോഴാണ് ഏറ്റവും ലാസ്റ്റത്തെ ലൂപ്പിലേക്ക് വരുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ എന്തായിരിക്കും? അങ്ങനെയെങ്കിൽ ലാർജസ്റ്റ് നമ്പർ എന്തായിരിക്കും? സി ആയിരിക്കും. അതായത് ഇവിടെ സി ആണ് ലാർജസ്റ്റ് നമ്പർ, 10 ആണ് ലാർജസ്റ്റ് നമ്പർ. ഇനി നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. പ്രോഗ്രാം റൺ ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ ഉപയോഗിക്കുന്നത് CPP ഓൺലൈൻ C++ കമ്പൈലർ ആണ്. അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ലാപ്ടോപ്പ് ഇല്ല, കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് മൊബൈലിൽ വെച്ച് തന്നെ മൊബൈൽ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ റൺ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ആദ്യം ആ സെർച്ച് എഞ്ചിനിൽ CPP ഓൺലൈൻ കമ്പൈലർ എന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ പ്രോഗ്രാമിസ് എന്ന് പറയുന്ന ഒരു സൈറ്റ് കാണാം, ഇത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോഗ്രാം ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ലഭിക്കുന്നതാണ്. ഈ ഇൻ്റർഫേസിൽ നമുക്ക് നമ്മുടെ പ്രോഗ്രാംസ് റൺ ചെയ്യാം. നമ്മുടെ പ്രോഗ്രാം നമുക്ക് ആദ്യം ഇവിടെ ടൈപ്പ് ചെയ്യാം. റൺ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് സ്ക്രീനിൽ എൻ്റർ 3 നമ്പേഴ്സ്. നമുക്ക് ആദ്യം തന്നെ 10, 5, 3. അപ്പോൾ നമുക്ക് എന്തായിരിക്കും ഔട്ട്പുട്ട് ലഭിക്കുന്നത്? ലാർജസ്റ്റ് നമ്പർ ഈസ് 10. വീണ്ടും നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ബി ലാർജസ്റ്റ് നമ്പർ വരുന്നൊരു കേസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ 10, 15, 18, 3. ഇവിടെ ലാർജസ്റ്റ് നമ്പർ ഈസ് 18. ബി ആണ് ലാർജസ്റ്റ് നമ്പർ ആയിട്ട് വരുന്നത്. വീണ്ടും നമുക്ക് പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ 3 നമ്പേഴ്സ് 1, 2, 3. 1, 2, 3. ഇവിടെ സി ആണ് ലാർജസ്റ്റ് നമ്പർ, സോ ലാർജസ്റ്റ് നമ്പർ ഈസ് 3. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം എൻ്റർ 3 നമ്പേഴ്സ് 1, 2, 3 എന്നാണ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തത്. ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്യുന്ന അതേ ഓർഡറിലാണ് കമ്പ്യൂട്ടറിലേക്ക് വാല്യൂസ് എടുക്കുന്നത്. അതായത് ഇവിടെ എയുടെ വാല്യൂ 1 ആയിട്ട് എടുക്കുന്നു, ബിയുടെ വാല്യൂ 2 ആയിട്ട് എടുക്കുന്നു, സിയുടെ വാല്യൂ 3 ആയിട്ട് എടുക്കുന്നു. നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൻ്റെ ലോജിക്കും ഈ പ്രോഗ്രാം ചെയ്തത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഗ്രാംസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത പ്രോഗ്രാമിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അധികം ദിവസങ്ങൾ നമുക്ക് നമ്മുടെ എക്സാമിനില്ല, പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷന് വാങ്ങാനായിട്ട് സാധിക്കും. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്